ADGP RSS കൂടിക്കാഴ്ചയിൽ നിലപാട് കടുപ്പിക്കുകയാണ് CPI. MR അജിത് കുമാറിനെ മാറ്റിയേ തീരുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും RSS ബന്ധം പാടില്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ADGP മാറ്റണമെന്നത് ബിനോയ് വിശ്വത്തിന്റെ മാത്രം അഭിപ്രായമാണെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയും ബിനോയ് വിശ്വം തള്ളി. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും RSS ബന്ധം പാടില്ല. LDF ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അർഹനല്ല, യോഗ്യനല്ല. CPI സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ്. CPIക്ക് നല്ല ഉറപ്പുണ്ട്. ഏത് തർക്കങ്ങളിലും വിഷയങ്ങളിലും സംവാദങ്ങളിലുമെല്ലാം കയ്യും കാലും വട്ടൽ കമ്മ്യൂണിസ്റ്റ് നയമല്ല, ഇടതുപക്ഷ മാർഗമല്ല. ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടായിരിക്കണം, അല്ലാതെ ആയുധം കൊണ്ടാകാൻ പാടില്ല. ADGPയെ മാറ്റണമെന്ന നിലപാടിൽ CPI ഒരു രീതിയിലും മയപ്പെടില്ല എന്ന് ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബുവും വ്യക്തമാക്കി. ADGPയെ മാറ്റുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. മാറ്റാതെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നൊരു സമീപനമാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ വേറൊരു തർക്കത്തിന് പോകാനില്ല, അതിൻ്റെ നടപടിക്രമങ്ങളും കൂടി നോക്കണം എന്നുള്ള നിലയിലായിരിക്കും പറയുന്നത്. ഞങ്ങളെന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത് ആരാണോ അൻവറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിച്ചപ്പോൾ ആരാണോ അൻവറിനെ ചുമന്നുകൊണ്ട് നടന്നവർ, അവരത് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ആ ജോലിയില്ല. ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, പൂർണ്ണമായ സത്യം പുറത്തു വരട്ടെ എന്നാണ് ADGPയുടെ കാര്യത്തിൽ ഇന്നലെ പാർട്ടി സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ CPI ഒന്നുകൂടി നിലപാട് കടുപ്പിക്കുന്നു. RSSകാരനെങ്കിൽ ആ DGP ആ സ്ഥാനത്ത് ഇരിക്കരുത്, തുടരരുത് എന്ന് ഒന്നുകൂടി CPI നിലപാട് കടുപ്പിക്കുകയാണ്. എന്താണ് CPI കാര്യത്തിൽ ഇനി മുന്നോട്ടുള്ള തീരുമാനം? CPI ഇക്കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദം തുടരാൻ തന്നെയാണ്, രാഷ്ട്രീയ സമ്മർദ്ദം തുടരാൻ തന്നെയാണ് തീരുമാനം. CPIയുടെ മന്ത്രിസഭാ യോഗത്തിൽ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ADGPക്കെതിരായ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലുള്ള നടപടി എന്തായി എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. ഈ കാര്യത്തിൽ അനന്തര നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. അതോടെയാണ് മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ ഈ നിലപാടിനോട് പൊരുത്തപ്പെട്ടത്. എന്നാൽ ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അക്കാര്യത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് വരെ കാത്തിരിക്കേണ്ടതില്ല എന്നാണ് CPIയുടെ നിലപാട്. അതിൽ ഒരു രാഷ്ട്രീയ ബോധ്യം മതിയെന്നാണ്. എന്നാൽ മുഖ്യമന്ത്രി തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെ മാറ്റണമെങ്കിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് വേണം എന്നാണ് മുഖ്യമന്ത്രി നിലപാട്. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണത്തിൻ്റെ പൂർത്തിയാക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് 28-ാം തീയതിയായി. 1-ാം തീയതിക്കകം റിപ്പോർട്ട് സമർപ്പിച്ച് നടപടി ഉണ്ടാകണം. ആ കാര്യത്തിൽ ആ ഒരു കാലപരിധിക്കുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ CPI മറ്റു കാര്യങ്ങൾ ആലോചിക്കും. CPIയുടെ സംസ്ഥാന ഘടകം ഇക്കാര്യത്തിൽ അനന്തര നടപടി എന്താണെന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ചർച്ചയോ മറ്റും നടന്നിട്ടില്ല. പാർട്ടി സെൻറ്ററിലെ കൂടിയാലോചനകൾ മാത്രമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒക്ടോബർ ആദ്യവാരമാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നത്. ആ എക്സിക്യൂട്ടീവ് ആയിരിക്കും അനന്തര നടപടി തീരുമാനിക്കുക. എന്തായാലും അതിനു മുമ്പ് നടപടി വരും. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന വിശ്വാസത്തിലാണ് CPI മുന്നോട്ട് പോകുന്നത്. ഈ രാഷ്ട്രീയ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നില്ല CPM എന്നൊരു വിമർശനം CPIക്കുണ്ടോ? കാരണം ഇത് DGPയുടെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് CPM. DGPയുടെ റിപ്പോർട്ട് വരാതെ നടപടിയെടുക്കില്ല എന്നൊരു സമീപനം മുഖ്യമന്ത്രി സ്വീകരിച്ച സാഹചര്യത്തിൽ മറ്റ് തരത്തിലുള്ള ഇടപെടൽ നടത്താൻ CPIM നേതൃത്വത്തിന് പരിമിതിയുണ്ട്. അതാണ് ഇന്നലത്തെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രതികരണത്തിലും മറ്റും ഉണ്ടായത്. CPI പ്രകടിപ്പിച്ചത് CPIയുടെ അഭിപ്രായമാണ്. CPI വേറൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. CPIക്ക് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന നിലയ്ക്കാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചത്. എന്നാൽ ഈ കാര്യത്തിൽ CPIM നേതൃത്വം പ്രകടിപ്പിക്കുന്ന അഭിപ്രായത്തിൽ, മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്ന അഭിപ്രായത്തിൽ CPIക്ക് പൂർണ്ണ തൃപ്തിയില്ല എന്ന കാര്യം വ്യക്തമാണ്. ഇന്നത്തെ പ്രകാശ് ബാബുവിൻ്റെ പ്രതികരണത്തിൽ അക്കാര്യം വ്യക്തമായി പറയുന്നുമുണ്ട്. അതായത് ഇപ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിഷയങ്ങളടക്കം CPI ഈ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം 2011 ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച 4-ാം സ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ട് CPIMൻ്റെ പിന്തുണയിലാണ് അൻവർ 2-ാം സ്ഥാനത്ത് ഏറനാട് വന്നത്. അപ്പോൾ അന്ന് അൻവറിനെ കൊണ്ടു നടന്നവർ ഇക്കാര്യം ആലോചിക്കണം. അൻവറിനെ വളർത്തിയതാരാണ് എന്ന അഭിപ്രായം കൂടി CPI പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ CPIMനെ പരോക്ഷമായെങ്കിലും കുറ്റപ്പെടുത്തുന്ന സമീപനത്തിലേക്ക് CPI എത്തുന്നുണ്ട്. എന്നാൽ അതിന് കാരണം ADGPക്കെതിരായ നടപടിയെടുക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതൃപ്തിയുണ്ട് എന്നതാണ് അവർ പറയുന്നത്. ശരി, ആശ്രിത്താണ് വിവരങ്ങൾ നൽകിയത്.